ഹലോ, നമ്മുടെ ട്രിപ്പിന്റെ തേർഡ് ഡേ ആയിട്ടുള്ള ഇന്ന് നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റ് ആയിട്ട് അവർക്ക് എഴുന്നേക്കാന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിയാറായ സമയത്താണ് നമ്മൾ ചെന്നിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ക്ഷീണം നല്ലതുപോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉറങ്ങിയിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. കാരണം അല്ലാണ്ട് നമ്മളിങ്ങനെ പോയിട്ട് ഒരു കാര്യമില്ലല്ലോ. പക്ഷെ എന്നാലും ഒരുപാട് ലേറ്റ് ആക്കേണ്ട നമ്മൾ ഇറങ്ങി. പിന്നെ രാമോജി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് ഹോട്ടലിൽ നിന്ന് അടുത്തടുത്തുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. ആദ്യമായി തന്നെ നമ്മൾ പോകുന്നത് പ്രാവിനെ പറത്താനും തീറ്റ കൊടുക്കാനൊക്കെയാണ്. ഇവിടെ പല പീജിയൻ സ്പോട്ടിലുണ്ട്. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് 15 മിനിറ്റ് മാത്രം ഡിസ്റ്റൻസുള്ള ചോടിയ ബസാറിലുള്ള പീജിയൻ സ്പോട്ടിലേക്കാണ്. പിള്ളേർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഓൾറെഡി ഉറക്കപ്പിച്ചിലിരുന്ന ഇവൻ തന്നെ കാണിക്കണ കണ്ടില്ലേ? പ്രാവിനെ കണ്ടപ്പോൾ തൊട്ട് തുള്ളിച്ചാട്ടമായിരുന്നു. പാപ്പ മേടിക്കേ. വണ്ടോ വണ്ടെന്നോ? ശരി ദച്ചു, പാപ്പ കൊടുക്കണം. പ്രാവിനെ കാണാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നപ്പോഴും ഇവൻ വിചാരിച്ചത് ഏതോ സൂയിലുള്ള പ്രാവിനെയാണെന്നാണ്. പക്ഷെ ഇങ്ങനെ പ്രാവിനെ കാണാൻ പറ്റുമെന്ന് ഇവന് വിചാരിച്ചില്ല. അതിന്റെ സന്തോഷത്തിലാണ് ആള്. പിന്നെ ചേട്ടൻ ഇന്ന് അവനെ കാണിച്ചു കൊടുത്തു എങ്ങനെയാണ് പ്രാവിന് ഫുഡ് ഇട്ട് കൊടുക്കേണ്ടതെന്നൊക്കെ. പിന്നെ ഞാനിങ്ങനെ ഓടി കാണിച്ചെടുത്തു. ഇതുപോലെ ഓടിക്കഴിഞ്ഞാൽ പ്രാവ് പറന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവൻ അതായി ഒരു രസം. ഓടുക, പ്രാവിനെ പറത്തുക, ഓടുക, പ്രാവിനെ പറത്തുക. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഈ പ്രാവിനൊക്കെ തീറ്റിട്ട് കൊടുക്കുമ്പോൾ അതിങ്ങനെ ഓടി വന്ന് കൂട്ടം കൂടിയിരുന്ന് കഴിക്കുന്നത് കാണാൻ ഭയങ്കര കണ്ണിന് കുളിർമയുള്ളൊരു കാഴ്ചയാണ്. വേറെ ഫാമിലീസ് ഇങ്ങനെ ഇടയ്ക്ക് വന്നു പോകുന്നുണ്ടായിരുന്നു കുട്ടികളെയും കൊണ്ട്. ഞങ്ങൾ കഴിഞ്ഞ തവണ ഹൈദരാബാദ് പോയപ്പോൾ വേറൊരു സ്ഥലത്താണ് പോയിട്ടുണ്ടായിരുന്നത്, കുറച്ചും കൂടെ അടുത്തുണ്ടായിരുന്ന ഒരു സ്ഥലത്ത്. പക്ഷേ അതിനേക്കാളും എനിക്ക് ഈ ഒരു സ്പോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അവിടെ ഇഷ്ടം പോലെ ബീച്ചിനുണ്ട്, ഇഷ്ടം പോലെ. ഇതിങ്ങനെ കൂട്ടായിട്ട് പറക്കുന്നത് നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ഇതിങ്ങനെ തലയ്ക്ക് തൊട്ട് മുകളിൽ കൂടെയാണ് ഈ പറന്നു പോകണത്. നമ്മളിടയ്ക്ക് നമ്മൾ തല കുനിച്ചു അറിയാണ്ട്. അങ്ങനെ ഒരു 1/4 മണിക്കൂർ എന്തായാലും ഞങ്ങൾ അവിടെ നിന്നിട്ടുണ്ട്. കാരണം ഇവൻ്റെ സന്തോഷം കണ്ടപ്പോഴത്തേക്കിനാണ് ഞങ്ങൾക്കും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നത്. കാരണം ഇവൻ ഇത്രയും ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു സ്പോട്ടിൽ നിന്ന് പെട്ടെന്ന് നമുക്കങ്ങനെ പോകാൻ തോന്നിയില്ല. ഭയങ്കര സന്തോഷമായിരുന്നു അവന്. അപ്പോൾ പെട്ടെന്ന് മഴ പൊടിക്കാൻ തുടങ്ങി. അന്നേരത്തേക്ക് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ പെട്ടെന്ന് എടുക്കാനുള്ള ഫോട്ടോസൊക്കെ എടുത്തിട്ട് അടുത്ത സ്പോട്ടിലേക്ക് വിടാമെന്ന്. ഇങ്ങനെ ചിരിച്ചോട്ടൊക്കെ നിൽക്കുകയാണെങ്കിലും മുകളിലുള്ള പ്രാവിനെയും കൂടെ ചേർത്തുള്ള ഫോട്ടോ കിട്ടില്ലെങ്കിൽ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് ദച്ചൂട്ടൻ പ്രാവിന് ടാറ്റാ ബൈബി ഉമ്മയൊക്കെ പറഞ്ഞ് മനസ്സിലോടെ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് സലാർജംഗ് മ്യൂസിയത്തിലേക്കാണ്. ഈ മ്യൂസിയം എന്ന് പറയുന്നത് എൻ്റെ ഒരു ഏരിയയല്ല. പാലസ് ഒക്കെ കാണാൻ എനിക്ക് ഇഷ്ടമാണ്, അവിടുത്തെ സ്ഥലങ്ങൾ കാണാൻ ഇഷ്ടമാണ്. പക്ഷേ മ്യൂസിയം ഒട്ടും താല്പര്യമില്ലാത്തൊരു ഏരിയയാണ്. പിന്നെ എന്തിനിവിടെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ ഉത്തരം, ചേട്ടനത് കാണാതെ ഇത്തവണ അവിടെ നിന്ന് തിരിച്ച് വരില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് ഈ മ്യൂസിയത്തിൽ കയറാൻ പറ്റിയില്ല, കയറണമെന്ന് കരുതിയതാണ്. പക്ഷേ സമയപരിമിതി കൊണ്ട് പറ്റിയില്ല. ഇത്തവണ എന്തായാലും ഇവിടെ കയറിയേ പറ്റുമെന്ന് വെച്ചാണ് ചേട്ടൻ വന്നിരിക്കുന്നത്. ഞങ്ങൾ വന്ന് ഇറങ്ങിയത് എക്സിറ്റ് ഗേറ്റിൻ്റെ അടുത്താണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നേരെ നടന്ന് പിന്നെ എൻട്രി ഗേറ്റിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്കിനും ഉണ്ട് അവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ അത്യാവശ്യം. എന്നാലും കുഴപ്പമില്ല, കുറേ സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു മ്യൂസിയം കാണാനായിട്ട്. അവിടെ നമ്മൾ നേരെ പോയത് ക്ലോക്ക് റൂമിലേക്കാണ്. ക്ലോക്ക് റൂമിൽ പോയി ബാഗ് ഊരി വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ. ബാഗ് വെക്കുന്നതിനിടെ തന്നെ അവിടെ ഇരുന്ന ഡൊണേഷൻ ബോക്സിലോട്ട് ദച്ചു അവൻ്റെ വകയായിട്ടുള്ള ഡൊണേഷൻ ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെ ടിക്കറ്റും ഫോട്ടോഗ്രാഫി പാസ്സൊക്കെ എടുത്ത് ഉള്ളിലോട്ട് ചെല്ലുമ്പോഴത്തേക്കിനും നമുക്ക് ആദ്യമേ കാണാൻ കഴിയുന്നത് ഇവിടെ ക്യൂ നിന്ന് എല്ലാവരും സെൽഫി എടുക്കുന്നായിരുന്നു. വേറെ ആരുടെ ഒപ്പമല്ല, സലാർജംഗ് ഒത്തുള്ള സെൽഫീസ് ആയിരുന്നു. പണ്ട് ഹൈദരാബാദൊക്കെ സ്റ്റേറ്റ് ആയിരുന്ന സമയത്ത് 1853, 1883 കാലഘട്ടങ്ങളിൽ ഇദ്ദേഹമായിരുന്നു ഇവിടുത്തെ റൂളർ, സലാർജംഗ് ഒന്നാമൻ. ഇതിനുശേഷം ഇവരുടെ തലമുറയെല്ലാമായിട്ട് സലാർജംഗ് രണ്ടാമനും മൂന്നാമനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ ഏറ്റവും വലിയൊരു ക്രൈസ് എന്ന് പറയുന്നത് ഈ ആർട്ട് കളക്ഷൻ ആയിരുന്നു. അങ്ങനെ അവർ ശേഖരിച്ചു വെച്ചിരുന്ന അവരുടെ കളക്ഷൻസ് എല്ലാം കൂടെ ചേർത്താണ് അവരുടെ കാലശേഷം സലാർജംഗ് മ്യൂസിയമാക്കി മാറ്റിയത്. ഈ വീഡിയോയിൽ കാണിക്കുന്ന കൂടാതെ വേറെയും കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അവരുപയോഗിച്ചിരുന്ന ഡ്രസ്സുകൾ, വാള്, തോക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കയറുന്ന സമയത്ത് ഒരു മ്യൂസിയത്തിനകത്ത് എന്തൊക്കെ കാണുമെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടോ? അതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ഇതിനകത്ത് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. 2-3 നിരകളിലായിട്ട് ഇങ്ങനെ പരന്ന് കിടക്കായിരുന്നു. ഈസ്റ്റ് സൈഡ് ഗാലറി, വെസ്റ്റ് സൈഡ് ഗാലറി, ചിൽഡ്രൻ ഗാലറി എന്നൊക്കെ പറഞ്ഞു. Wow, the house or the house? House.
ഫ്ലവർ ട്വിൻസ്. എന്തത്? ട്രെയിൻ ട്രാക്ക്. ഓക്കെ. ഈ മ്യൂസിയം, ആർട്ട് ഗാലറി കളക്ഷൻ, പഴയ വസ്തുക്കൾ ഇതൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വന്നാൽ എന്തായാലും ഇഷ്ടപ്പെടും. കാരണം അതിനു വേണ്ടി സാധനങ്ങൾ ഇവിടെ ഉണ്ട്. പല സ്ഥലത്തൂടെ പല പടികളിൽ കൂടി താഴോട്ടിറങ്ങി മേളിലോട്ടിറങ്ങി ഒരുപാട് സാധനങ്ങൾ കണ്ടു. ആരാണ്? ഇങ്ങനെ ഓരോന്നും കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും ഉണ്ട് ദച്ചൂട്ടിന് വിശക്കുന്നു എന്ന് പറഞ്ഞു. കാര്യം രാവിലെ ഒട്ടും വേണ്ടെന്ന് പറഞ്ഞ് കുറച്ചേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ ബാഗാണെങ്കിൽ ക്ലോക്ക് റൂമിലും, അപ്പോൾ അതിൽ നിന്നൊന്നും എടുക്കാനും പറ്റില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഒരു വലിയ ക്ലോക്ക് ഇരിക്കുന്നു. അതിന് മുമ്പിൽ കുറേ ആൾക്കാർ. ഇടയ്ക്ക് റെസ്റ്റ് ഒക്കെ എടുക്കാൻ നമുക്ക് ഇവിടെ ഒന്ന് ഇരിക്കാം കേട്ടോ. പക്ഷേ ഇവിടെ ഇരിക്കുന്ന കൂടുതൽ പേരും കാത്തിരിക്കുന്നത് ഈ ക്ലോക്കിൽ മണിയടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ 1 മണിക്കൂറിലും ഈ ക്ലോക്കിൽ മണിയടിക്കും. അങ്ങനെ നമ്മൾ ക്ലോക്ക് റൂമിൽ നിന്ന് നേരെ ബാഗ് എടുത്ത് വിടാൻ പോവുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കിനും ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിരുന്നു, നിങ്ങൾ ഹൈദരാബാദ് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തെലങ്കാന സ്പൈസ് കിച്ചണിൽ നിന്ന് ഫുഡ് കഴിക്കണമെന്ന്. അവിടുത്തെ മട്ടൻ ബിരിയാണി പൊളിയാന്ന്. എന്നാൽ പിന്നെ ഇന്ന് പൊച്ചയായില്ലേ, അവിടെ തന്നെ വിട്ടേക്കാന്ന് കരുതി. ഈ കാണുന്ന പാരഡൈസ് ഇവിടെ ഒരുപാട് ഔട്ട്ലെറ്റ് ഉള്ള ബിരിയാണി ഷോപ്പാണ് കേട്ടോ. കഴിഞ്ഞ വന്നപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ബിരിയാണി വാങ്ങിയിട്ടുണ്ട്. സെറ്റ് സാധനമാണ്. ഇനി തെലങ്കാന സ്പൈസ് കിച്ചണിൽ കഴിച്ചു നോക്കിയിട്ട് പറയാം ഏതാ ബെറ്റർ എന്ന്. ഞങ്ങളിപ്പോൾ പോകുന്നത് സെക്കന്ദരാബാദ് പാർക്ക് സ്ക്വയറിലെ 4th ഫ്ലോറിലുള്ള തെലങ്കാന സ്പൈസ് കിച്ചണിലേക്കാണ്. ഇവർക്ക് ഇവിടെ വേറെ ഔട്ട്ലെറ്റിലുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങളുടെ അടുത്തുള്ള ലൊക്കേഷൻ നോക്കി ഞങ്ങൾ അങ്ങ് പോകുമായിരുന്നു. ഇവിടെ എത്തിയപ്പോഴത്തേക്കിനും ദച്ചൂട്ടൻ ഉറങ്ങിപ്പോയിരുന്നു. ഇനി അവനെ വിളിച്ചുകൊണ്ടെത്തി ഫുഡ് കൊടുക്കുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് തന്നെയാണ്. ഞങ്ങൾ ചെന്ന് കയറിയ സമയം നല്ല ഉച്ച സമയമായിരുന്നു. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. പിന്നെയും ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. ഇവനാണെങ്കിൽ അവിടെ ചെന്നപ്പോൾ അവന്റെ വിശപ്പിന്റെ കാര്യമൊക്കെ മറന്നു. ചെന്ന് കയറിയപ്പോൾ തൊട്ട് കൊണന്തിരിഞ്ഞിരിക്കുമായിരുന്നു. ഐസ്ക്രീം വേണമെന്നൊക്കെയാണ് പറയുന്നത്. ഫുഡ് കഴിച്ചിട്ട് ഐസ്ക്രീം വാങ്ങാന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. ഭയങ്കര പിണക്കത്തിലായിരുന്നു. സാധാരണഗതിയിൽ ഐസ്ക്രീം ചോദിക്കാത്തൊരു പാർട്ടിയാണ്. അപ്പോൾ പിന്നെ ചോദിക്കുമ്പോൾ നമ്മൾ അല്പം വാല്യൂ കൊടുക്കണമല്ലോ. ഈ സ്റ്റാർട്ടറായിട്ട് കൊണ്ടുവച്ച സാധനം ചിക്കൻ്റെ ഒരു ഐറ്റം ആയിരുന്നു. പേര് ഞാൻ മറന്നുപോയി. പക്ഷെ ടേസ്റ്റ് ഇപ്പോഴും നാക്കിന്ന് പോയിട്ടില്ല. അത്രയ്ക്കും അടിപൊളിയായിരുന്നു. Okay, you're happy? Okay. Nice. Super. Okay, fine. എന്തൊരു സന്തോഷം. നിങ്ങളെ ബിരിയാണി ഉണ്ടാകുമ്പോഴേ നിങ്ങളെ ഏറ്റവും സന്തോഷമുള്ള മുഖം കാണാൻ പറ്റത്തുള്ളൂ. അത് ഇവിടുത്തെ സ്പെഷ്യൽ മസാല റൈത്ത, പുതിന ചട്നി. ഒരു നോക്കാൻ നേരമൊന്നുമില്ല, ആക്ഷൻ. ആദ്യം കാണിച്ച സ്റ്റാർട്ടറും 2 മട്ടൻ ബിരിയാണി ആയിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. ചോറൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു. മീഡിയം സ്പൈസി ആയിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ദച്ചും കഴിച്ചു. പിന്നെ ഒറ്റ വിഷമേ ഉള്ളൂ, ആസ് യൂഷ്വൽ മട്ടൺ ആയതുകൊണ്ട് ബോണായിരുന്നു കൂടുതൽ. ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് 2 പേർക്കും ഒരു ആപ്പിൾ ഷേക്കും എനിക്കൊരു ലൈം സോഡയും കൂടെ വാങ്ങി. You know just what you do to me.
അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ രാത്രിയിലത്തേക്ക് 2 ചിക്കൻ ബിരിയാണി കൂടി വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. സാധാരണ ഞങ്ങൾ മാത്രമുള്ള ട്രിപ്പിൽ ഉച്ച സമയത്ത് വളരെ കുറച്ച് ഭക്ഷണം മാത്രമേ കഴിക്കാറുള്ളൂ. രാവിലെയും രാത്രിയും ഞങ്ങൾ വയറ് ഫുള്ളാക്കും. ഇതാണ് ഞങ്ങളുടെ പരിപാടി. ഇല്ലെങ്കിൽ ഞങ്ങളുടെ സ്പീഡ് ഓട്ടോമാറ്റിക്കലി കുറയുമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാം. ഇന്ന് പിന്നെ ഇവന് വിശക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടും ഇത്തവണ എന്തായാലും അങ്ങോട്ട് പോകണമെന്ന് നമ്മൾ തീരുമാനിച്ചതുകൊണ്ടും എന്നാൽ പിന്നെ ഇന്ന് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി. പക്ഷെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് പോകാൻ കരുതിയിരുന്ന ചൗമഹല പാലസ് ഞങ്ങൾ ക്യാൻസൽ ചെയ്തു. ലാസ്റ്റ് തവണ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, നല്ലൊരു പാലസ് ആണ് കേട്ടോ. അവിടെ നമുക്ക് രാജാവിന്റെ റാണിയുടെ ഡ്രസ്സൊക്കെ തന്ന് ഫോട്ടോ ഇട്ടുതരും. കഴിഞ്ഞ തവണ എടുത്ത ഫോട്ടോ എൻ്റെ ഉണ്ടെങ്കിൽ ഞാനിവിടെ ഇട്ടേക്കാട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങിക്കൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ റൂമിൽ വന്ന് ഫുഡൊക്കെ അവിടെ വെച്ചു. പിന്നെ ഞങ്ങൾ വീണ്ടും ഇറങ്ങുകയാണ് അടുത്ത സ്ഥലത്തേക്ക്. ഇനി നമുക്ക് പോകേണ്ടത് ലുംബിനി പാർക്കിലേക്കാണ്. ലുംബിനി പാർക്ക് പ്ലസ് ബുദ്ധ സ്റ്റാച്യു. ബോട്ടിൽ പോയാലോ? റൂമിൽ വന്ന് കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ദച്ചൂട്ടൻ ആക്റ്റീവായി. ഇനിയിപ്പോൾ എങ്ങോട്ടേക്ക് വേണമെങ്കിലും ഞങ്ങളുടെ കൂടെ പറന്നു നിന്നോളൂ. അടുത്ത ദിവസം ക്രിസ്മസ് അല്ലേ, അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുന്ന ഈ സ്റ്റാഫ് ഇവനൊരു ക്രിസ്മസ് ബെല്ലൊക്കെ കൊടുത്തു. പിന്നെ നമ്മൾ ഊബർ വിളിച്ച് നേരെ ലുംബിനി പാർക്കിലേക്ക് വിട്ടപ്പോൾ റോഡിലൊക്കെ നിറയെ ലൈറ്റുകളും സ്റ്റാറുകളും ഒക്കെ ആയിട്ടിരിപ്പുണ്ട്. 15 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ ലുംബിനി പാർക്കിന്റെ മുന്നിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ഷോട്ടിൽ കുറെ കാര്യങ്ങൾ കാണാം. ഒന്നാമതായി പാർക്കിന് ഓപ്പോസിറ്റുള്ള ഈ സെക്രട്ടേറിയറ്റ് മന്ദിരം രാത്രിയാകുമ്പോൾ ലൈറ്റൊക്കെ ഇട്ട് വെച്ചേക്കുന്നത് ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. രണ്ടാമതായി ഈ വലിയ അംബേദ്കർ പ്രതിമ. മൂന്നാമതായി ലുംബിനി പാർക്കും രാത്രിയുള്ള അവിടുത്തെ മ്യൂസിക്കൽ ലേസർ ഷോയും. നാലാമതായി ബുദ്ധ സ്റ്റാച്യൂയിലേക്കുള്ള ബോട്ടിംഗ്. ഇപ്പൊ സമയം ഏതാണ്ട് 6:30 മണിയായിട്ടുണ്ട്. നമുക്ക് 7:30 മണിക്കുള്ള ലേസർ ഷോ ആണ് ആദ്യം കാണേണ്ടത്. പാർക്കിലേക്ക് നടക്കുന്ന വഴി അതിന്റെ മുന്നിൽ ഇങ്ങനെ ഉത്സവ പറമ്പിലെ പോലെ നിറയെ സാധനങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അവിടെ കണ്ട ഈ ഹൈഡ്രജൻ ബലൂൺ എല്ലാവരും വാങ്ങുന്നുണ്ടപ്പോൾ ഇവന് ഉടനെ അത് കിട്ടിയേ പറ്റുള്ളൂ. കയ്യിൽ നിന്ന് പറന്നു എന്ന് പറഞ്ഞിട്ട് ഇവനൊരു രക്ഷയില്ല. അത് അവന് കിട്ടിയേ പറ്റുമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. ഏതായാലും പറഞ്ഞ പോലെ തന്നെ കുറച്ച് കഴിഞ്ഞ് അവൻ അറിയാതെ കൈവിട്ടപ്പോൾ അത് പറന്നുപോയി. പിന്നെ കരച്ചിൽ നിലവിളിയൊക്കെ ആയിരുന്നു. പിന്നെ ഒരു ഇത് സെറ്റാക്കി ഇങ്ങനെ എടുത്തു. ഏതായാലും ഞങ്ങളിപ്പോൾ ലുംബിനി പാർക്കിനുള്ളിലെത്തി എൻട്രി ടിക്കറ്റ് എടുത്തു. സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞു. നേരെ ലേസർ ഷോയുടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. ലേസർ ഷോ ടിക്കറ്റ് എടുക്കാൻ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഒന്നാമത് ക്രിസ്മസിന്റെ തലേദിവസം, പിന്നെ തിരക്കില്ലാണ്ടിരിക്കൂ. ടിക്കറ്റ് എടുക്കാൻ നിന്നപ്പോൾ ഇവിടെ നേരെ കാണുന്ന ഈ സംഭവം കണ്ടോ, ഇതാണ് മ്യൂസിക്കൽ വാട്ടർ ഫൗണ്ടൻ. വൈകുന്നേരം 6:30 മുതൽ നമുക്കിതിവിടെ ചെന്നാൽ കാണാം. രാത്രി 2 ലേസർ ഷോ ആയിരിക്കും ഉണ്ടാവുക. ആദ്യത്തേത് കയറാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഈ ലേസർ ഷോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ഫൗണ്ടനും ലേസറും കൂടെ ചേർന്നിട്ടുള്ള ഒരു 3D പ്രൊജക്ഷൻ ആയിരിക്കും. അതിൽ ഫ്രീഡം ഫൈറ്റേഴ്സിനെ, ഡാൻസ് ഫോംസിനെ, നമ്മുടെ പാട്രിയോട്ടിസത്തിനെ, പ്രോഗ്രസിനെ ഒക്കെ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഈ കാണുന്ന സ്റ്റേഡിയത്തിലായിരിക്കും ലേസർ ഷോ നടത്തുന്നത്. അത്യാവശ്യം നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള സ്ഥലമാണ്. പക്ഷേ ഷോ തുടങ്ങുന്ന സമയമൊക്കെ ആയപ്പോഴത്തേക്കും ആൾക്കാരെല്ലാം ഫുൾ നിറഞ്ഞിട്ട് പലരും തറയിലൊക്കെ ഇരിക്കുന്നതാണ്. ഇത് ഫസ്റ്റ് ഷോയ്ക്ക് മാത്രമുള്ള ആളുകളാണ്. Hyderabad Metropolitan Development Authority welcomes you to Lumbini Gardens for India's first ever multimedia laser show. ഇതൊരു അരമണിക്കൂറുണ്ടായിരുന്നു. നല്ലൊരു ഓളത്തിലിരുന്നാണ് കണ്ടത്. അതിനുശേഷം നമ്മൾ നേരെ വന്ന് ഈ വാട്ടർ ഫൗണ്ടൻ എന്ന് കണ്ടു. അവിടെ നേരെ പോയത് ബുദ്ധ സ്റ്റാച്യൂലേക്കുള്ള ബോട്ടിങ്ങിന്റെ ടിക്കറ്റ് എടുക്കാനാണ്. ടിക്കറ്റ് എടുത്ത് നേരെ ക്യൂവിൽ പോയി നിന്നു. ഓരോരോ ബോട്ടുകളായി വന്നിട്ട് ക്യൂ നിൽക്കുന്ന ആൾക്കാരെ ഓർഡറിൽ കയറ്റുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് ടൈം ഞങ്ങൾ ബുദ്ധ സ്റ്റാച്യൂ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ പകലായിരുന്നു. ഈ ലൈറ്റ് ഇട്ട ബുദ്ധ സ്റ്റാച്യൂനെ നമ്മൾ കണ്ടിട്ടില്ല. അത് കാണണമെങ്കിൽ രാത്രി തന്നെ വന്നല്ലേ പറ്റൂ. പിന്നെ ഈ ലേസർ ഷോയും കഴിഞ്ഞവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അന്ന് പിന്നെ ദച്ചു കൂടെ ഇല്ലായിരുന്നു. അപ്പൊ പിന്നെ നമുക്ക് പാർക്കിലൊന്നും കയറാൻ വലിയ തോന്നില്ലല്ലോ. ഉള്ളത് പറഞ്ഞ രാത്രി വന്ന് കാണുന്നതാണ് ഭംഗി കേട്ടോ. ഫുൾ ലൈറ്റ് ഒക്കെ ആയിരുന്നു. ദൂരെ കാണുന്നില്ലേ, ഇതാണ് നമ്മുടെ ബുദ്ധ സ്റ്റാച്യൂ. അവിടെ വരെയാണ് നമുക്കിപ്പോ ബോട്ടിൽ പോവേണ്ടുന്നത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ആർട്ടിഫിഷ്യൽ ലേക്കുകളിലൊന്നായ ഹുസൈൻ സാഗർ ലേക്കിലൂടെയാണ്. ഇതിന്റെ സെന്ററിലാണ് ബുദ്ധ സ്റ്റാച്യൂ ഉള്ളത്. ഈ ബുദ്ധ സ്റ്റാച്യൂന്റെ പ്രത്യേകത ലോകത്തെ തന്നെ ഏറ്റവും നീളം കൂടിയ ബുദ്ധന്റെ ഒറ്റക്കൽ ശില്പം എന്നുള്ളതാണ്. 58 അടി നീളവും 350 ടൺ ഭാരവുമാണ് ശില്പത്തിനുള്ളത്. ഇവിടെ നിന്നാൽ ഈ സെക്രട്ടേറിയറ്റും അംബേദ്കർ പ്രതിമയൊക്കെ ഒറ്റ സ്ട്രെച്ചിൽ കാണാവുന്നതാണ്. 2006 ഈ ശില്പം ദലൈലാമ വിശുദ്ധീകരിച്ചിട്ടുള്ളതുമാണ്. ഈ പുള്ളിക്കാരനായിരുന്നു ഇവിടുത്തെ ഫോട്ടോഗ്രാഫർ. ഞങ്ങൾ ചെന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഫോട്ടോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പിന്റെ 3rd ഡേയും അവസാനിച്ചിരിക്കുകയാണ്. ഇനിയുള്ള ഒരേ ടാസ്ക് ഈ ക്യൂവിൽ വെയിറ്റ് ചെയ്ത് ബോട്ട് വരിക, ബോട്ട് വരുമ്പോൾ നേരെ റൂമിലെത്തുക, ഫുഡ് കഴിച്ചിടന്ന് ഉറങ്ങുക, അത്രേ ഉള്ളൂ. അങ്ങനെ ബോട്ട് ഇറങ്ങി ഒരു ഊബറും വിളിച്ച് ഞങ്ങൾ റൂമിലെത്തി. അവിടെ പോയി 2 റീലും എടുത്തു. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് മേടിച്ചുകൊണ്ട് വന്ന ഫുഡും കഴിച്ചു. പിന്നെ രാത്രി കഴിച്ച ചിക്കൻ ബിരിയാണിയാണ് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് കഴിച്ച മട്ടൻ ബിരിയാണിയേക്കാളും ഒരു പടി മുകളിൽ ഇഷ്ടപ്പെട്ടത്. കാരണം ഇതിന് നിറയെ പീസ് ഉണ്ടായിരുന്നു. ടേസ്റ്റ് വൈസും ഞങ്ങൾക്ക് പാരഡൈസ് ബിരിയാണിയേക്കാളും കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് തെലങ്കാന സ്പൈസ് കിച്ചനാണ്. പക്ഷേ എന്നാലും ഞങ്ങൾ നാളെ പോണതിന് മുമ്പ് പാരഡൈസ് ബിരിയാണി കഴിച്ചിട്ട് പോകത്തുള്ളൂ കേട്ടോ. അപ്പോൾ ടേക്ക് കെയർ, ബൈ.